ബ്ലാക്ക് കോമഡി സാറ്റർ എന്ന് പറയുന്ന ജേണലിൽ ഒരു നല്ല കിടിലൻ ഔട്ട്പുട്ട് നൽകിയ ഒരു മൂവിയാണ് സെന്ന ഹെഗ്ഡെ ഡയറക്റ്റ് ചെയ്ത ഈ ഒരു അവിഹിതം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആണ് ഈ ഒരു മൂവി. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ആവുന്ന രീതിയിൽ വളരെ നാച്ചുറലായിട്ട് മേക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തരുമെന്ന് തെളിയിക്കുന്ന ഒരു മൂവിയാണ് ഇത്. അങ്ങനെ തെളിയിക്കുന്ന ഒരു സംവിധായകനാണ് സെന്ന ഹെഗ്ഡെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൂവി ശ്രദ്ധിച്ചാൽ അറിയാം. തിങ്കളാഴ്ച നിശ്ചയം നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ്. അതിൽ വരുന്ന ഹ്യൂമർ ആണെങ്കിലും പല സംഭവങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ നമുക്ക് വർക്കൗട്ട് ആവുന്നത് ആ നാച്ചുറൽ ആയിട്ടുള്ള മേക്കിംഗ് കൊണ്ടും നമുക്ക് ആ ഒരു കഥയും റിലേറ്റ് ആവുന്നത് കൊണ്ടുമാണ്. സോ അങ്ങനെയുള്ളൊരു മൂവിയാണ് അവിഹിതം. അവിഹിതം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഒരു അവിഹിതം എന്ന് പറയുന്ന പേര് പോലെ തന്നെ നടക്കുന്ന ഒരു സംഭവം. അതായത് ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണുന്ന പ്രകാശൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളുടെ ചുറ്റും ഗോസിപ്പ് പറയുന്ന അങ്ങനെ പല പല സംഭവങ്ങൾ നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാളും ആദിയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം ഓടിപ്പോയി വേണു എന്ന് പറയുന്ന ഉണ്ണിരാജ് എന്ന് പറയുന്ന മറിമായത്തിൽ കൂടി വളരെ പോപ്പുലറായിട്ടുള്ള ആ ഒരു ആക്ടറാണ് വേണുവിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. സോ അദ്ദേഹത്തോട് പോയി പറയുന്നു, ഇവർ രണ്ടുപേരും ആ ഒരു കാഴ്ച ഒന്നും കൂടി കാണുന്നു. സോ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ ആരോടൊക്കെയാണ് പറയുന്നത്, പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതാണ് വളരെ എൻ്റർടൈനിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മൂവിയിൽ. അതും ഒരു ബ്ലാക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതെങ്ങനെയാണ്, ഇതാരാണെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ഇവരുടെ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ, ഇവർ ഗസ് ചെയ്യുന്ന നെയിംസ്, പിന്നെ അങ്ങോട്ട് ഇവർ ഇതിനിടുന്ന പ്ലാൻ കണ്ടിട്ട് എന്തൊക്കെയാണ് ആ ഒരു പ്ലാനിൽ വരുന്നത്, പിന്നെ അങ്ങോട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ രസകരമായിട്ട് പോകുന്ന ഒരു മൂവിയാണ് ഈ ഒരു സെന്ന ഹെഗ്ഡെ ഡയറക്റ്റ് ചെയ്ത ഈ ഒരു അവിഹിതം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അവിഹിതം സ്പെഷ്യൽ ആവാനായിട്ട് ഏറ്റവും വലിയ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേരെ നമ്മൾ കാണാത്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ എന്നാൽ പോലും അവയുടെ പെർഫോമൻസിൽ യാതൊരു വിട്ടുവീഴ്ചയും വന്നിട്ടില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ സ്പെഷ്യാലിറ്റിയാണ്. അതിൽ ചെറിയ ചെറിയ ഷോർട്സിൽ പോലും ചിരിപ്പിക്കുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിലും പല പല സംഭവങ്ങളാണെങ്കിലും എല്ലാം തന്നെ സെന്ന ഹെഗ്ഡെയും ആ ഒരു അഭിനയിച്ച ടീംസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. ചില സിനിമയുടെ റെഫറൻസ് വരുന്നതാണെങ്കിലും പിന്നെ അങ്ങോട്ട് ഇവരെ ആ ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണെങ്കിലും ആരാണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ സ്കൂളിലുള്ള, നമ്മുടെ കോളേജിലുള്ള, നമ്മുടെ കൂടെ ജോലി സ്ഥലത്തുള്ള, നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാളും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, സോ അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ പോലും കേൾക്കാത്ത ഗോസിപ്പുകൾ, നമ്മൾ പലതും ചിലപ്പോൾ താമസിച്ചായിരിക്കും അറിയാം നമ്മളെക്കുറിച്ച് ഇങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന നാട്ടുകാരാണെങ്കിലും ബാക്കിയുള്ള സ്കൂളിലെ കോളേജിലെ ആളുകളാണെങ്കിലും, സോ അങ്ങനെയുള്ള പല പല സംഭവങ്ങളുണ്ട്. ഗോസിപ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ ഞെട്ടും, ഇങ്ങനെ ഒരു ഗോസിപ്പ് നമ്മളെക്കുറിച്ചുണ്ടെന്ന്. ചിലപ്പോൾ ചിലതൊക്കെ സത്യമായിരിക്കാം, ചിലപ്പോൾ ചിലതൊക്കെ കള്ളമായിരിക്കാം. പക്ഷേ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി അതറിയുമ്പോൾ ഇത് വേറൊരാളോട് ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളോട് പറയാതിരിക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും. സോ അങ്ങനെ ഓടിപ്പോയി ഒരു ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്ന, അതുപോലെ നീ അറിഞ്ഞു ഈ കാര്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം. സോ അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, അങ്ങനെ വളരെ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ തന്നെ അത് പലരോടും പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. കോമഡിയും സാറ്റയറും ഒരു ബ്ലാക്ക് കോമഡിയും സംഭവങ്ങളൊക്കെ തന്നെ ഒത്തിരി വർക്കൗട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പല പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്സും ഉണ്ട് അവിഹിതം എന്ന് പറയുന്ന ഒരു മൂവിയിൽ. സോ അതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. സോ സെന്ന ഹെഗ്ഡെ എഗെയിൻ ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള വലിയ ഗംഭീര സ്റ്റോറിയോ സംഭവങ്ങളൊന്നും വേണ്ട, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വർക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന ഒരു മൂവിയാണ് അവിഹിതം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയ ഒരു മൂവിയാണ്. വലിയ കാര്യങ്ങളില്ലെങ്കിൽ പോലും അത്യാവശ്യം പുതിയ ആ ഒരു ന്യൂ കമേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ് അവിഹിതം എന്ന് പറയുന്ന മൂവി. ഇതിപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം.